ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പബ്ലിക് സെക്ടർ എക്സാംസ്, പബ്ലിക് സെക്ടർ യൂണിറ്റുകൾ നടത്തിയ എക്സാംസ് അല്ലെങ്കിൽ PSCs നടത്തിയ എക്സാംസ്, അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യനും AE ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് എ ലിക്വിഡ് specific weight of standard liquid is called specific gravity. എന്തായിരിക്കും അത്? സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് അല്ലെ? സ്പെസിഫിക് ഗ്രാവിറ്റി. ലൈവിലുള്ളവർക്ക് റിപ്ലൈ നോട്ടോ. ഓപ്ഷൻ ഏതായിരിക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ഇപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയും. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്, സ്പെസിഫിക് വെയിറ്റ് ഓഫ് എ ലിക്വിഡ് ടു സ്പെസിഫിക് വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് വെയിറ്റ് ഡെൻസിറ്റി എന്താണ്? വെയിറ്റ് ബൈ വോളിയം. വെയിറ്റ് ബൈ വോളിയം ആണ്. വെയിറ്റ് ബൈ വോളിയം, അതന്നെ, വെയിറ്റ് ബൈ വോളിയം. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഇതാണെങ്കിൽ വെയിറ്റിന് നമുക്ക് M×G എന്ന് എഴുതാൻ പറ്റും, വോളിയത്തിന് നമുക്ക് വോളിയം V എന്ന് എഴുതാൻ പറ്റും. മാസ് ബൈ വോളിയം അല്ലെ? മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ആണ്. അപ്പൊ ഡെൻസിറ്റി ഇൻറ്റു G എന്ന് എഴുതാൻ പറ്റും, ഫ്ലോ ഇൻറ്റു G എന്ന് എഴുതാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഫ്ലൂയിഡ് ഈസ് സെഡ് ടു ബി ഐഡിയൽ ഇഫ് ഇറ്റ് ഈസ് എന്താണ്? ഇൻവിസ്കസ് ആൻഡ് ഇൻകംപ്രസിബിൾ അല്ലെ? ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയൽ ഫ്ലൂയിഡ് വിസ്കോസിറ്റി 0 ആണ്, അത് ഇൻകംപ്രസിബിൾ ആണ്, അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടന്റ്. സർഫസ് ടെൻഷൻ ഹാസ് ദി യൂണിറ്റ് ഓഫ്, സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്താ? Newton per meter. അത് നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്, തെറ്റിക്കരുത് കേട്ടോ. അത് ചിലപ്പോൾ ഇനി കുറച്ചാൾ കഴിയുമ്പോൾ അത് മാറിപ്പോകും. ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ്? അത് ന്യൂട്ടൺ പ്രഷറിന്റെ യൂണിറ്റ്, സ്ട്രെസ്സിന്റെ യൂണിറ്റ് അല്ലെ? പ്രഷറിന്റെ യൂണിറ്റ് ഒക്കെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? വർക്ക് യൂണിറ്റ് അല്ലെ? വർക്ക് യൂണിറ്റ് ആണ് അല്ലെ? ന്യൂട്ടൺ മീറ്ററിന് വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ജൂൾസ്. ജൂൾസ് എന്ന് വിളിക്കാൻ. ഓക്കെ. സർഫസ് ടെൻഷന്റെ മറ്റൊരു യൂണിറ്റ് എന്താ? ജൂൾസ് പെർ മീറ്റർ സ്ക്വയർ. ജൂൾസ് പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യങ്ങളും ഓർത്തിരിക്കണം, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇത് സർഫസ് ടെൻഷന് മറ്റൊരു ഡെഫിനേഷൻ കൂടി ഉണ്ട്, സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്ന ഡെഫിനേഷൻ കൂടി ഉണ്ട്. ഓക്കെ, സോ അതും ഓർത്തിരുന്നോളാം. യൂണിറ്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി സ്റ്റോക്ക് ആണ് അല്ലെ? 1 സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്? 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് അല്ലെ? സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? കൈനമാറ്റിക് വിസ്കോസിറ്റിന്റെ CGS യൂണിറ്റാ. ഓക്കെ, CGS യൂണിറ്റ്. സ്റ്റോക്കിന് നമ്മള് വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ CGS നമ്മൾ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അല്ലെ? ഇതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത് കേട്ടോ. സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? സ്റ്റോക്ക്. പോയിസ് എന്ന് പറയുന്നത് എന്താ? പോയിസ് Unit of dynamic viscosity. എന്താ? ഡൈനാമിക് വിസ്കോസിറ്റിന്റെ CGS യൂണിറ്റ് ആണ് ആക്ച്വലി. 1 പോയിസ് എന്ന് പറയുന്നത് എത്ര ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. ഇതാണ് എന്റെ SI യൂണിറ്റ്, ഇതാണ് എന്റെ CGS യൂണിറ്റ്. പാസ്കൽ എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ യൂണിറ്റ് എന്ന് അറിയാം. നെക്സ്റ്റ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് മാക്സിമം അറ്റ് എപ്പോഴായിരിക്കും വാട്ടറിന്റെ ഡെൻസിറ്റി മാക്സിമം? അത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. When temperature rises, what will happen to the viscosity of an oil? ടെമ്പറേച്ചർ കൂടുമ്പോൾ
വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും? ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്രീസ്. ആ, ലിക്വിഡിന്റെ വിസ്കോസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലെ? ലിക്വിഡ്സിന്റെ ഒക്കെ വിസ്കോസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ലിക്വിഡ്സിന്റെ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും അല്ലെ? അതാ ഗ്യാസസിന്റെയോ? ഇൻക്രീസ്. കാരണം എന്താണ്? മൊമെന്റം ട്രാൻസ്ഫർ, ഇന്റർമോളിക്കുലർ ഇന്റർമോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ, കൊളീഷൻ കൂടും അല്ലെ? കൊളീഷൻ കൂടും, അതാണ് കാരണം. ഒരു ചെറിയ പ്രോബ്ലം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കെറോസിൻ ഈസ് 0.8. കെറോസിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നേക്കുക. ദെൻ വോളിയം ഓഫ് 1 kilogram ഓഫ് കെറോസിൻ ഈസ്, 1 kilogram കെറോസിന്റെ വോളിയം എത്രയാണ്? 800 cm3. നോക്കാം. കയ്യിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന നോക്കിയാരെങ്കിലും ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ടാ ഒരു 5-8 പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി. 1250 cm3 എന്നിട്ട് വേറെ ആരും കിട്ടിയത് 1250. 1250 വേറെ ആരെങ്കിലും കിട്ടിയണ്ട? നോക്കാം. കിട്ടില്ല എന്ന് വെച്ചാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇതെല്ലാം ഫ്രഷ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളിത് പുതുതായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഇനി മേലാൽ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇത് കിട്ടില്ല എന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. സോ നമുക്ക് എന്താ തന്നേക്കണേ? സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെയാണ്. നമുക്ക് അറിയാം സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ മറ്റൊരു പേരാണെന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ഓർമ്മന്റെ റിലേറ്റീവ് ഡെൻസിറ്റിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കെറോസിന്റെ തന്നിരിക്കുന്നത്, കെറോസിൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ്. ഓക്കെ, അത് 0.8 ആണ്. 0.8. അപ്പൊ അതിന്റെ ഡെൻസിറ്റി നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്ന സാധനം. ഇതിന്റെ വാല്യൂ തന്നെയാണ് 0.8. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വാട്ടറിന്റെ ഡെൻസിറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 0.8 × 1000. അപ്പൊ എത്ര വരും? 800 ഡെൻസിറ്റി കിട്ടി. ഓക്കെ, അപ്പൊ എപ്പോ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെയുണ്ടോ അപ്പൊ നിങ്ങൾ ഡെൻസിറ്റി കണ്ടുപിടിച്ചോളണം. അതിന്റെ എങ്ങനെയാ? ഇൻറ്റു 1000 ചെയ്താൽ മതി. ലിക്വിഡ് ആണെങ്കിൽ 800 എന്നിട്ട് അതൊക്കെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയം ആണ് ഓഫ് 1 kilogram ഓഫ് കെറോസിൻ. അപ്പൊ ഒപ്പം നന്നാക്കി 1 kilogram. 1 kilogram എന്ന് പറഞ്ഞാൽ എന്താ? മാസ് 1 kilogram എന്നുണ്ട്. ഓക്കെ, ഡെൻസിറ്റി നമുക്ക് 800 ആണെന്നറിയാം, മാസ് 1 kilogram ആണെന്നറിയാം. വോളിയം കണ്ടുപിടിക്കുക എളുപ്പമല്ലേ? നമുക്കറിയാം ഡെൻസിറ്റി ഈസിക്കൽ എന്താ? മാസ് ബൈ വോളിയാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. അപ്പൊ എന്ത് വരും? മാസ് 1 kilogram ആണ്, വോളിയം എത്രയാ? 800 ആണ്. ഓക്കെ, അപ്പൊ ഇതിന് യൂണിറ്റ് എന്ത് വരും? അത്രയും മീറ്റർ ക്യൂബ് എന്ന് കിട്ടും, കാരണം നമ്മൾ ഇത് രണ്ടും സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ് ചെയ്തുതരാം. നമുക്ക് സെന്റിമീറ്റർ ക്യൂബിലാണ് ആൻസർ വേണ്ടത്. എന്ത് ചെയ്യണം? അപ്പൊ നമ്മള് ഒന്നല്ലെങ്കിൽ 1/800 ചെയ്യാം. അങ്ങനെയാ? 1/800 ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ 2 0 എടുത്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെൻസിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. 800 kg/m³ ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 10⁻⁻² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? ഇൻറ്റു 10⁻². സെന്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റാൻ 10⁻² അല്ലേ? അപ്പൊ സെന്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 10⁻⁻6 × 3 വെച്ച് ചെയ്യണം. 10⁻6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻറ്റു 10⁻6 വരും താഴെ. 1/800 kg/cm³ ആണ്, മീറ്റർ ക്യൂബാണ്. അപ്പൊ ഈ മീറ്റർ ക്യൂബിനെ സെന്റിമീറ്റർ ക്യൂബ് ആക്കാൻ 10⁻6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ആ -6 മോളിൽ കയറും. അപ്പൊ 10⁻6 മോളിൽ വരും /800. ഓക്കെ, സാറ് ഒരു ഓപ്ഷൻ പറഞ്ഞോട്ടെ സാറേ, വേറെ ഇതിന്റെ ഷോർട്ട് കട്ട്. ഞാൻ ചെയ്തത് വേറെ രീതിയിലാണ്. അതായത് ഒരു
ഒരു ലിറ്ററില് 800 ഗ്രാം എടുത്തു. ഉം. അപ്പൊ 1:800. ഉം. പിന്നെ ഞാൻ കൊടുത്തത് രണ്ടാമത്തെ ലൈനിൽ കൊടുത്തത് എക്സ് എന്ന ലിറ്ററില് 1000 കൊടുത്തു. നേരെ 1000 ഡിവൈഡഡ് ബൈ 800 1.25. അപ്പൊ അത് മാച്ചായിട്ട് വന്നത് 1250. അങ്ങനെ ചെയ്യാം. ഇത് കഴിഞ്ഞു ഒറ്റ സ്റ്റെപ്പില്. ഒറ്റ സ്റ്റെപ്പിൽ തീരും. അതായത് നമ്മൾ എക്സ് ഇട്ട് ചെയ്തു അല്ലേ? അതായത് ഒരു ലിറ്ററില് 800 ഗ്രാം എന്ന് പറഞ്ഞെടുത്തു. 1:800 x:1000 1000 ഡിവൈഡഡ് ബൈ 800. 1 ലിറ്റർ 800 ഗ്രാം എന്ന് പറഞ്ഞ് നിർത്തും അല്ലേ? അങ്ങനെ ഏതായാലും കിട്ടിയ ഷോർട്ട് കട്ടാണ്. അല്ലെങ്കിൽ അത് നമുക്ക് യൂണിറ്റ് കൺവേർഷൻ അറിയാമെങ്കിൽ പെട്ടെന്ന് ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുപോലെ എക്സിൽ അപ്പൊ എക്സ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? 1000 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും അല്ലേ? എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എക്സിന്റെ വാല്യൂ പിടിച്ചു. അപ്പോൾ 1250 കിട്ടും. അങ്ങനെ ചെയ്യാം. അതായത് ഇതിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്താലും മതി. 1 കിലോഗ്രാമിന് ഗ്രാമിലേക്ക്. ഞാൻ ഇപ്പോൾ ഇത് പറയാൻ വേണ്ടി കയറുന്നു. ഒന്നല്ല ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 10⁶/800 എന്ന് കിട്ടും. അപ്പോൾ വേണമെങ്കിൽ 10⁴ ഡിവൈഡ് ബൈ 8 എന്ന് കിട്ടും അല്ലേ? ഇനി ഇത് ഡിവൈഡ് ചെയ്യാം നമുക്ക് എളുപ്പത്തിൽ. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1250 എന്ന് കിട്ടും. ഒന്നല്ല ഇങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ 1 കിലോഗ്രാം ആണ് നമുക്ക് വേണ്ടത്. സെന്റിമീറ്റർ ക്യൂബിലാണ് അല്ലേ? ഇതിന്റെ യൂണിറ്റ് ഒക്കെ സെന്റിമീറ്റർ ക്യൂബിലാണ്. അപ്പോൾ നമ്മൾ 1 കിലോഗ്രാമിന് എന്ത് ചെയ്യാം? 1000 ഗ്രാം എടുക്കാം. 1000 ഗ്രാം. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? ഡെൻസിറ്റി എന്ന് പറയുന്നത് 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. സോറി, അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒക്കെ മാറ്റേണ്ടി വരും. അപ്പൊ ഒന്നല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എക്സ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 10⁶ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1250 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് ആയിക്കോളും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? Rate of change of viscosity to temperature. വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന വേറെ സാധനമാണ്. അത് വിസ്കോസിറ്റിയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന സാധനമാണ്. ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് വിസ്കോസിറ്റി എന്തുമാത്രം മാറുണ്ട് എന്നുള്ളതാണ് വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ഫ്ലോയാണ്. വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് എന്തുമാത്രം മാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഒന്ന് ഓർത്തിച്ചു വേണം. അതായത് വിസ്കോസിറ്റി ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ഈ ചേഞ്ച് കുറവായിരിക്കും എന്നതിനർത്ഥം. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി മാറൂല. അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ആൻഡ് ദാറ്റ് ഓഫ് ലിക്വിഡ്. എങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞു? ഓപ്ഷൻ ഏതാണ്? എ ആണ് അല്ലെ? വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസ് ചെയ്യും, വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലെ? നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. 1 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി. 1 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 1 cm²/s ആണ്. 1 cm²/s. അപ്പൊ നമ്മൾ കുറെ നാൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഇതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് m²/s കാണുമ്പോൾ അത് കുത്താൻ സാധ്യതയുണ്ട്. അപ്പൊ മാറിപ്പോരുത്. 1 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 1 cm²/s ആണ്. 10⁻⁻⁴ m²/s ആണ്. അത് മാറിപ്പോരുത്. സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ SI യൂണിറ്റ് ഈസ്. വാട്ടറിന്റെ സ്പെസിഫിക് വെയിറ്റ് എന്താ? പേപ്പറിലൊന്നും ചെയ്ത് നോക്കി ആരെങ്കിലും? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഏതാണ് സ്പെസിഫിക് വെയിറ്റിന്റെ ഇക്വേഷൻ? ρ/g അല്ലേ ഉള്ളൂ. വെയിറ്റ് ബൈ വോളിയം ρ/g. ഇപ്പൊ വാട്ടർ വെച്ചാണ് ഇനി സിമ്പിൾ അല്ലേ? വാട്ടർ 1000 × 9.81. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 1000 × 9.81. അപ്പൊ നമുക്ക് 9.81
കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കൊടുക്കാം അല്ലെ. സ്പെസിഫൈഡ് യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. നമുക്ക് ഓപ്ഷൻ സി ഓപ്ഷൻ ഡി തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 9.81 ഇൻറ്റു 10⁻³ ഇൻറ്റു കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇവിടെ കെ ഇല്ല എങ്കിൽ ഇത് ശരിയായേനെ. മനസ്സിലാവുണ്ടോ? സോ ഇവിടെ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്തത് സർഫസ് ടെൻഷൻ ഈസ് കോസ്ഡ് ബൈ ഫോഴ്സ് ബൈ എ ഫോഴ്സ് അറ്റ് ദി ഫ്രീ സർഫസ്. ഏത് ഫോഴ്സ് ആണെന്ന് വെച്ചാൽ സർഫസ് ടെൻഷന് കാരണമാകുന്ന ഫോഴ്സ് ഏതാ? ഏതാണ്? കൊഹീസീവ് ഫോഴ്സ് ആണ് അല്ലെ. മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ആണ്. സർഫസിലുള്ള മോളിക്യൂൾസിന് എന്താണ് അതിന്റെ രണ്ട് സൈഡിലും അതുപോലെ താഴത്തേക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നുള്ളൂ. ഈ ഫോഴ്സ് ഏതാണ്? ഇത് കൊഹീസീവ് ഫോഴ്സ് ആണ്. കൊഹീസീവ് ഫോഴ്സ് അല്ലെ. സർഫസ് ടെൻഷന് കാരണമാകുന്നത് കൊഹീസീവ് ഫോഴ്സ് ആണ് കേട്ടോ. കൊഹീസീവ് ഫോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ സി. ഏതാണ്? ഓപ്ഷൻ സി ആണ്. തെറ്റിക്കരുത്, ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഷിയർ സ്ട്രെസ് ആൻഡ് റേറ്റ് ഓഫ് സ്ട്രെയിൻ എന്നാണ് തന്നിരിക്കുന്നത്. റേറ്റ് ഓഫ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് കേട്ടോ. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ് മോർ ആക്യുറേറ്റ്. റേറ്റ് ഓഫ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല, അത് ശരി തന്നെയാണ്. ഓക്കെ, നോക്കി ഓപ്ഷൻ എ. ഓക്കെ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഷിയർ സ്ട്രെസ് ആൻഡ് പ്രഷർ ആൻഡ് വെലോസിറ്റി, വിസ്കോസിറ്റി ആൻഡ് ഷിയർ സ്ട്രെസ്. ഇതൊന്നുമല്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. Newton's law of viscosity states that ഓപ്ഷൻ ബി. shear stress is directly proportional to velocity gradient എന്ന് പറഞ്ഞാലും കറക്റ്റാ അല്ലെ. വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ക്കാണ് കുഴപ്പം. റേറ്റ് ഓഫ് ചേഞ്ച് റേറ്റ് ഓഫ് എന്ന് പറഞ്ഞതല്ല അല്ലെ. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ ഇറിഗേഷനിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 9 വർഷം, അതായത് 2 വർഷം മുന്നേ ഈ ഇറിഗേഷൻ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഓഫ് എ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ഈസ് എന്താണ്? ലീനിയർ ആണ് അല്ലെ. ലീനിയർ ആണ്. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് പഠിച്ചു അല്ലെ. എന്താ സംഭവം? ഒരു ഗ്രാഫ് വെച്ച് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഷിയർ സ്ട്രെസ് വേഴ്സസ് ഷിയർ സ്ട്രെയിൻ, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് പ്ലോട്ട് വരച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ ഒരു മരത്തിന്റെ 2 ശിഖരങ്ങൾ പോലെ വരച്ച് പഠിച്ചാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ 3 ഫ്ലൂയിഡ്, ഇവിടെ നിന്ന് ഇങ്ങനെ 3 ഫ്ലൂയിഡ്. ഓക്കെ, ഈ ഒരു ഫിഗർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഫ്ലൂയിഡ് ഏതായിരിക്കും? തിക്സോട്രോപിക് ഫ്ലൂയിഡ്. ഇതെന്തായിരിക്കും? ഐഡിയൽ പ്ലാസ്റ്റിക്. ഇതിന് മറ്റൊരു പേരെന്താ? ഇതേതായിരിക്കും? റിയോപെക്റ്റിക്. ഇതെന്തായിരിക്കും? സ്യൂഡോപ്ലാസ്റ്റിക്. ഇതായിരിക്കും ഡൈലാറ്റൻ. ഓരോന്നിന്റെയും പ്രത്യേകത എന്തൊക്കെയാന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓഡിയോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടല്ലോ? ഇല്ല. ഞാൻ എന്റെ ഓഡിയോ തിരിച്ചെടുക്കുന്നില്ലോ. മൈക്ക് ഓൺ ഒക്കെ വെക്കുമായിരുന്നു. മൈക്ക് സ്റ്റുഡൻസ് റിപ്ലൈ ചെയ്യാൻ വേണ്ടി മൈക്ക് ഓൺ ആക്കുമ്പോൾ എക്കോ വരുന്നതാണ്. മൈക്ക് വരുന്നതാണ്. ഓക്കെ ഓക്കെ. റിപ്ലൈ കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ ഇതില് നോക്കി 2 ആൾക്കാരുടെയാണ് ഈ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടുള്ളത്. ആരുടെയൊക്കെ അത്? ഐഡിയൽ പ്ലാസ്റ്റിക്കിന്റെയും 2 ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെയും. അപ്പൊ ഇതിൽ ഐഡിയൽ പ്ലാസ്റ്റിക് ഇല്ല അല്ലേ. സോറി, നമുക്ക് ചോദിച്ചിരിക്കുന്നത് ന്യൂട്ടോൺ ഫ്ലൂയിഡിന്റെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഏതാണെന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്? നമ്മുടെ ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. സിമ്പിൾ. Due to which one of the following properties falling drops of water become spherical in shape? ചെറിയ ക്ലാസ് ഒരു പഠിക്കണം. കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഡയമെൻഷൻ ഓഫ് സർഫസ് ടെൻഷൻ പെർ മീറ്റർ ആണ് ഇതിന്റെ
യൂണിറ്റ് വരും. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? MIT raised to -2. ആക്സിലറേഷൻ ആണല്ലേ, മാസിന്റെ ആക്സിലറേഷൻ. മാസിന്റെ F/1 L/1 T/-2 ഡിവൈഡഡ് ബൈ ഇതല്ലേ മറ്റേ ഫോഴ്സിന്റെ ഡിവൈഡ് ബൈ മീറ്ററിന്റെ ഡയമെൻഷൻ എന്താ? L/1. എന്ത് വരും? M/1 T/-2. ഓപ്ഷൻ ബി ആണ് ആൻസർ. M/1 T/-2. ഓപ്ഷൻ ബി നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻ തന്നെയാണ്. പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് എ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ഓഫ് ഡയമീറ്റർ d due to surface tension sigma is given by the relation. 4 sigma by d. 4 sigma by d. Yes, 4 sigma. Okay. ഡ്രോപ്ലെറ്റ് ആണല്ലേ, ഡ്രോപ്ലെറ്റ്. അപ്പൊ ഡ്രോപ്ലെറ്റ് ആവുമ്പോ എന്ത് വരും? 4 sigma by d വരും. നമ്മള് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് 3 കേസ് കാണാൻ പഠിക്കാനുണ്ട്. ഒന്ന് ഒരു ബബിള്, ഡ്രോപ്ലെറ്റ്, ജെറ്റ് അല്ലെ. ബബിളിന്റെ കേസിലാണെങ്കിൽ എത്ര വരും? 8 sigma by d, 4 sigma by d, 2 sigma by d. ഇതെന്താ സാധനം? 8 sigma by d, 4 sigma by d, 2 sigma by d എന്ന് പറയുന്നത് എന്താ സാധനം? അത് Excessive pressure. എക്സസ് പ്രഷർ ആണ് അല്ലെ. അതായത് ചുറ്റുപാടിനേക്കാളും അല്പം പ്രഷർ കൂടുതലായിരിക്കും ബബിളിന്റെ അകത്ത്, അതുപോലെ തന്നെ ഡ്രോപ്ലെറ്റിന്റെ അകത്ത്, അതുപോലെ തന്നെ ഒരു ലിക്വിഡ് ജെറ്റിന്റെ അകത്ത്. ആ എക്സസ് പ്രഷറിന്റെ വാല്യൂ ആണ്. ഓക്കെ. ഈ എക്സസ് പ്രഷറിനെ ചിലപ്പോൾ ഗേജ് പ്രഷർ എന്നും കൂടി വിളിക്കാറുണ്ട് കേട്ടോ. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്തെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ എന്തുമാത്രം കൂടുതലാണ് എന്നുള്ളതിനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ഗേജ് പ്രഷർ ഇൻസൈഡ് എ ബബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്താണത്? 8 sigma by d. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റൻ കാണാൻ പഠിച്ചോളം വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഡ്രോപ്ലെറ്റ് ആണ്. ഞാൻ പറഞ്ഞത് അതിനെ പഠിച്ചിരിക്കുന്ന ആൽഫബറ്റിക് ഓർഡറിലാണ്. ബി ഡി ജെ പകുതിയാണ്. 8 sigma, 4 sigma, 2 sigma. ഓക്കെ. അപ്പൊ ഓപ്ഷൻ എ 4 sigma by d ആണ് ഇതിന്റെ ആൻസർ. Which one of the following instrument is used to measure specific gravity? ഏതാ സാധനം? Hygrometer. ഹൈഗ്രോ ആണോ ഹൈഡ്രോ ആണോ? Hydro. അത് മാറിപ്പോരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി അളക്കാൻ വേണ്ടിയാണ്. ഹ്യൂമിഡിറ്റി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഹ്യൂമിഡിറ്റി. ഹൈഡ്രോമീറ്റർ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇത് പലപ്പോഴും മാറിപ്പോ പലർക്കും. കാരണം എന്താ പറയുമോ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ജി ഉണ്ടല്ലോ. ആ ജിയും ഈ ജിയും തമ്മിലൊരു കണക്ഷൻ ഓർത്തു വയ്ക്കും ചിലര്. അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഒരു ജി ഉണ്ട്. അപ്പൊ ഹൈഗ്രോമീറ്റർ പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെ മാറിപ്പോകാറുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ളത് ഓർത്തിരുന്നോളൂ. ഓക്കെ. അതുപോലെ ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഡി ഉണ്ട്. ഹൈഡ്രോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഡി ഉണ്ട്. ഓക്കെ. പക്ഷെ അവന്മാർ തമ്മിലല്ല കണക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഹൈഡ്രോമീറ്റർ, ഹ്യൂമിഡിറ്റി ഹൈഗ്രോമീറ്റർ. അങ്ങനെ ഓർത്തിരുന്നോളൂ. കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഹൈഡ്രോമീറ്റർ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഡെൻസിറ്റോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഡെൻസിറ്റോമീറ്റർ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നിങ്ങളുടെ സിലബസിൽ ഉള്ളതല്ല കേട്ടോ. ടേബിളിൽ അവന് വന്നുള്ളൂ. ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ് ഫോർ യു. ഡിഫറൻഷ്യൽ മാനോമീറ്റർ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ. ഈ രണ്ടും പഠിച്ചാൽ മതി. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. രണ്ടും പ്രത്യേകം പഠിച്ചു വെച്ചോളൂ. ബൾക്ക് മോഡൽസ് ഓഫ് എ ഫ്ലൂയിഡ് independent of pressure and density is higher is the fluid is more compressible, increases with the pressure of fluid, has dimension of volumetric strain. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഏതാണ് ഓപ്ഷൻ സി ആണ്. ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. ബൾക്ക് മോഡൽസിന്റെ ഇക്വേഷൻ എന്താ? എന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? ബൾക്ക് മോഡൽസ് ഇക്വേഷൻ എന്താ?
VDP by DV minus VDP by DV. ആ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഡെൽറ്റ പി ഡി പി അല്ലെങ്കിൽ ഡിവൈഡ് ബൈ മൈനസ് ഓഫ് ഡി വി ബൈ വി ഞാൻ പഠിച്ചാലും മതി. ഓക്കെ, അല്ലെങ്കിൽ പറഞ്ഞല്ല ഈ വി മോളിൽ പോയി കഴിഞ്ഞാൽ വി ഡി പി, വി ഡെൽറ്റ പി അല്ലെങ്കിൽ വി ഡി പി, എന്നിട്ട് ഡെൽറ്റ ഇടാം അല്ലെങ്കിൽ ഡി പി എന്നില്ല കേട്ടോ, ഡി പി ഡിവൈഡ് ബൈ മൈനസ് ഡി വി ബൈ വി ഇങ്ങനെയും പറയാം. അപ്പൊ ഇറ്റ് ഇൻക്രീസസ് വിത്ത് പ്രഷർ, പ്രഷറിന്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇനി ഈസ് ഹയർ ദി ഫ്ലൂയിഡ് ഈസ് മോർ കംപ്രസിബിൾ, ശരിയാണോ? ശരിയല്ല. ഈ ബൾക്ക് മോഡുലസും ഈ കംപ്രസിബിലിറ്റി നേരെ ഓപ്പോസിറ്റാ. ഓക്കെ, ഒരു ഫ്ലൂയിഡ് ഭയങ്കര കംപ്രസിബിൾ ആണെങ്കിൽ അതിന്റെ കംപ്രസിബിലിറ്റി വളരെ കൂടുതലെന്ന് അർത്ഥം. കംപ്രസിബിലിറ്റി വളരെ കൂടുതലാണെങ്കിൽ ബൾക്ക് മോഡുലസ് വളരെ കുറവായിരിക്കും. അപ്പൊ ഒരു ഫ്ലൂയിഡിന്റെ ബൾക്ക് മോഡുലസ് ഹൈ ആണെങ്കിൽ അതെന്താ ലെസ് കംപ്രസിബിൾ ആ. ഒരു കംപ്രസിബിലിറ്റിക്ക് എതിരെയുള്ള കഴിവ് ഒരു ഫ്ലൂയിഡിനെ എന്തുമാത്രം കംപ്രസ് ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, അതാണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫ്ലൂയിഡിന് കംപ്രഷനെ എന്തുമാത്രം റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബൾക്ക് മോഡുലസ്. അപ്പോൾ അത് ഹയർ ആണെങ്കിൽ കംപ്രസിബിലിറ്റി എന്തായിരിക്കും? ലോവർ ആയിരിക്കും. ഓക്കെ, ഇൻക്രീസസ് വിത്ത് പ്രഷർ ഓഫ് ദി ഫ്ലൂയിഡ്, ശരിയാണ്. ആ ഡയമെൻഷൻ ഓഫ് വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ശരിയാണോ? തെറ്റാണ്. തെറ്റാണ്. സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ, ശരിയാണല്ലേ? ഇപ്പൊ വേറെ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചേക്കാം. വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ, അത് ശരിയാണ്. ഡെൻസിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ നമ്മൾ തെറ്റല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റി കുറയലേ ഉള്ളൂ. സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ. സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിക്രീസ് ചെയ്യും. കാരണം എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് കുറയും, അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും, ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്യും അല്ലെ? മോളിക്യൂൾസ് തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് സർഫസ് ടെൻഷൻ കുറയും. ഓക്കെ, സർഫസ് ടെൻഷൻ കുറയും. ബൾക്ക് മോഡുലസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ, ശരിയാണോ? അല്ല, നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു അല്ലെ? പ്രത്യേകം പറഞ്ഞിരുന്നു ബൾക്ക് മോഡുലസ് ഇൻഡിപെൻഡന്റ് അല്ല. ബൾക്ക് മോഡുലസ് അതിന്റെ ടെമ്പറേച്ചറുടെ റിലേഷൻ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോ ബൾക്ക് മോഡുലസ് കൂടും. ഞാൻ അത് പഠിക്കാൻ എപ്പോഴും പറഞ്ഞു. ടെമ്പറേച്ചർ കൂടുമ്പോ കംപ്രസിബിലിറ്റി എങ്ങനെ സംഭവിക്കും? അല്ല, ഒരു സാധനത്തിനെ നമ്മള് ഹീറ്റ് ചെയ്തിട്ട് കംപ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? കംപ്രസിബിലിറ്റി കുറയും. ബൾക്ക് മോഡുലസ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളാ ബൾക്ക് മോഡുലസ്. ഓക്കെ, ബൾക്ക് മോഡുലസ് കൂടും. ഓക്കെ, സോ റിലേഷൻ ഓർത്ത് വെച്ചോളാം. A fluid is a substance that always expands until it fills any container, has the same shear stress at every point, regardless of its motion, cannot remain rest under the action of shear force, cannot be subjected to shear force. ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. അതിന്റെ ഡെഫിനേഷൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൂയിഡിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ച ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലെ? ഫ്ലൂയിഡ് is a substance which deform continuously under the application of a shear force. ഷിയർ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോം ചെയ്യുന്ന സാധനമാണ് എന്ത്? ഫ്ലൂയിഡ്. ഓക്കെ, സോ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് വേറൊരു രൂപത്തിൽ. കനോട്ട് റിമെയിൻ റെസ്റ്റ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അനങ്ങാതിരിക്കാൻ പറ്റില്ല, അതെന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഒരു പ്രോബ്ലം ആണ്. എ ലിക്വിഡ് ഹാസ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1.9. സ്പെസിഫിക് ഗ്രാവിറ്റി ഞാൻ പറഞ്ഞു. സ്പെസിഫിക് ഗ്രാവിറ്റി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ തന്നെ? അത് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എത്രയായിരിക്കും? അതിന്റെ ഡെൻസിറ്റി എത്രയൊക്കെ? 1.9 റിലേറ്റീവ് ഡെൻസിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി എത്രയായിരിക്കും? 1900 ആയിരിക്കും. ഓക്കെ, ഇത്രയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് 6 സ്റ്റോക്സ്. കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. കൈനമാറ്റിക് വിസ്കോസിറ്റി നമ്മൾ ന്യൂ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, 6 സ്റ്റോക്സ് ആണ്. നമുക്ക് നോക്കിയ യൂണിറ്റുകളൊക്കെ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലാണ് ഇരിക്കുന്നത്. അപ്പൊ 1 സ്റ്റോക്കിനെ നമ്മൾ എത്ര മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? 1 സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. 6 സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. വാട്ട് ഈസ് ഡൈനാമിക് വിസ്കോസിറ്റി? വാട്ട് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ഡൈനാമിക് വിസ്കോസിറ്റി? നമുക്കറിയാം കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡൈനാമിക് വിസ്കോസിറ്റി ഡൈനാമിക് വിസ്കോസിറ്റിനെ ഡെൻസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സാധനമാണ്. അപ്പൊ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൈനമാറ്റിക് വിസ്കോസിറ്റി ഇൻറ്റു ഡെൻസിറ്റി ആയിരിക്കും അല്ലെ? ഓപ്ഷൻ സിമ്പിൾ അല്ലേ? മ്യൂസിക്കൽ ടു കൈനമാറ്റിക് വിസ്കോസിറ്റി 6 × 10⁻⁴ ഇൻറ്റു ഡെൻസിറ്റി എത്രയാണ്? 1.9 × 1000. അങ്ങനെ ഇതിനെ ചോദിച്ചോളൂ നല്ലത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10⁻⁴ഉം 10⁻³ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ 6 × 1.9 × 10⁻⁻1 വരും. അപ്പൊ എത്ര വരും? 19 × 6 20 × 6 120. 19 × 6 114 അല്ലേ? ഇപ്പൊ 1.9 × 6 എന്ന് പറയുമ്പോ 11.4 ഇൻറ്റു 10⁻⁻1 എന്ന് പറഞ്ഞേക്കാം. അപ്പൊ 1.14 ഉണ്ടോ? 1.14 കിട്ടും. മനസ്സിലായോ? അതിനെ 19 × 6 ചെയ്തു. അപ്പൊ എനിക്ക് 114 കിട്ടി. ഒരു പോയിന്റ് ഇപ്പുറം കുത്തിട്ടു, പോയിന്റ് ഇട്ടു, 11.4 കിട്ടി. ഇൻറ്റു 10⁻⁻1 ചെയ്തു, 1.14 കിട്ടി. സോ ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് 1.14 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. 1.14 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കട്ടെ. ഈ എക്സാം ആയതുകൊണ്ട് പ്രോബ്ലംസ് ഉണ്ടാവും. പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രോബ്ലം ആയിരിക്കും. ഈ പ്രോബ്ലം നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കുക പെട്ടെന്ന് തന്നെ. ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ പ്രോബ്ലം വായിച്ചു നോക്കുക. എന്നിട്ട് ആ പ്രോബ്ലത്തിനെ പറ്റി പാത്ത് അതിന്റെ ഫുൾ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാം. ഇതിപ്പോ നമുക്ക് തൊട്ട് മുമ്പത്തെ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ മനസ്സിലായി, തന്നിരിക്കുന്ന ഡാറ്റാസ് ഒക്കെ ഏതൊക്കെയാണ് മനസ്സിലായി, യൂണിറ്റ് കൺവേർഷൻ ഒക്കെ ഓക്കെ ആയി. പ്രോബ്ലം വായിക്കുമ്പോൾ തന്നെ അതിന്റെ ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിന്റെ പാത്ത് മനസ്സിലായി, എങ്ങനെയാണ് ആൻസറിലൊക്കെ എത്തേണ്ടതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പ്രോബ്ലം അപ്പൊ തന്നെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലാലും ശരി, നമ്മൾ ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എഴുതി എങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇപ്പൊ ഡൈനാമിക് വിസ്കോസിറ്റി അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റുള്ള എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് പെട്ടെന്ന് കിട്ടല്ല. ആ പ്രോബ്ലം നിങ്ങൾ നോക്കി വെച്ചോണ്ടിരിക്കാതെ പ്രോബ്ലം വിടുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. എന്നിട്ട് 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ നിർബന്ധമായിട്ട് സെക്കൻഡ് റൗണ്ട് വരേണ്ടി വരും. നമ്മൾ 90 മിനിറ്റ് ഉണ്ടെങ്കിൽ അതിൽ 60 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 70 മിനിറ്റ് എക്സാമിന്റെ ടഫ്നെസ് പോലെ ഇരിക്കും. അത്രയും സമയം കൊണ്ട് തന്നെ ഒരു റൗണ്ട് എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ബാക്കിയുള്ള സമയത്ത് ബാക്കോട്ട് വന്നിട്ട് രണ്ടാമത് പിന്നെ ആലോചിക്കുക. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. പ്രോബ്ലം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചില പ്രോബ്ലംസ് നമ്മൾ സ്റ്റക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2, 3, 4, 5, 6 മിനിറ്റ് ആ പ്രോബ്ലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആൻസർ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മുടെ 6 മിനിറ്റ് കൊണ്ട് 1 മാർക്കാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം 90 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ടച്ച് ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.